പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 63-ാം ദിവസം. വിശുദ്ധ പൗലോസ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്കായി ദൈവത്തിന്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നിർമ്മതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുമുള്ള ജീവിതം നയിക്കാനും അത് നമ്മെ പരിശീലിപ്പിക്കുന്നു. അതേസമയം നമ്മുടെ മഹോന്നതനായ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ കൈവരാൻ പോകുന്ന അനുഗ്രഹപൂർണമായ പ്രത്യാശയെ നാം കാത്തിരിക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തു എല്ലാ തിന്മകളിലും നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. ഇക്കാര്യങ്ങൾ നീ പ്രഖ്യാപിക്കുക. തികഞ്ഞ അധികാരത്തോടെ നീ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ അവഗണിക്കാതിരിക്കട്ടെ. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, നമ്മുടെ കർത്താവായ ഈശോമിശിഹ വിശുദ്ധ പൗലോസ്ലീഹായിലൂടെ തീത്തോസ് വഴി നമുക്ക് നൽകുന്ന തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. നമ്മുടെ കർത്താവ് നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി നമ്മെ പരിപൂർണമായും ഒരുക്കുന്നു. എല്ലാ തിന്മകളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മെ വിശുദ്ധീകരിച്ച് ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നതിന് വേണ്ടി അവിടുന്ന് നമ്മെ പരിശീലിപ്പിക്കുന്നു. മഹോന്നതനായ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നാം പ്രത്യക്ഷമാകുമ്പോൾ അനുഗ്രഹപൂർണമായ അവിടുത്തെ പങ്കാളിത്തത്തിൽ പങ്കുചേരാൻ നമ്മെ അവിടുന്ന് ഒരുക്കുകയാണ്. ഉദ്ബോധനങ്ങൾ വളരെ വ്യക്തമായി പൗലോസ്ലീഹായിലൂടെ നാം സ്വീകരിക്കുന്നു. കർത്താവിന്റെ കൃപയുടെ തണലിൽ നാം ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ ലോകത്ത് കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നുവെന്ന വലിയ ബോധ്യത്തിലേക്കാണ് ശ്ലീഹ നമ്മെ നയിക്കുക. കൃപ ഈ ലോകത്തിലുള്ളത് നമ്മുടെ രക്ഷയെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. മനുഷ്യരക്ഷ കൃപയാൽ സാധിക്കുന്നതാണ്. കൃപ യേശുക്രിസ്തുവിൽ നിന്നാണ്. നിയമം മോശയിൽ നിന്ന് വന്നതുപോലെ കൃപ ക്രിസ്തുവിൽ നിന്ന് വരുന്നു. ഈ കൃപയുടെ തണലിലാണ് നാം വ്യാപരിക്കുക. അതുകൊണ്ട് സമചിത്തതയും നീതിനിഷ്ഠയും ദൈവഭക്തിയുള്ള ജീവിതവുമാണ് കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതാണ് നാം പരിശീലിക്കേണ്ടത്. എല്ലാത്തരം ലൗകിക മോഹങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ക്രിസ്തുവിന് അനുസൃതമായ ജീവിതം നയിക്കുവാൻ, അതുവഴി പ്രത്യാശയോടുകൂടെ അവന്റെ മഹത്വപൂർണമായ രാജ്യത്തിൽ പങ്കാളികളാകുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. തീക്ഷ്ണതയോടെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കൃപയിൽ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. കൃപയാലുള്ള ജീവിതം രക്ഷിക്കപ്പെട്ട ജീവിതമാണ്. ക്രിസ്തുവിന്റെ കൃപ ഈ ലോകത്തിൽ നമ്മെ താങ്ങി നിർത്തുന്നു. പൗലോസ്ലീഹ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പാപം പെരുകിയെടുത്ത് കൃപ വർദ്ധിച്ചു. കൃപയ്ക്കുമേൽ കൃപ വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച്
നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. അവിടുന്ന് നമുക്ക് നൽകുന്ന ഈ സ്നേഹസാന്ത്വനം നമുക്ക് സ്വീകരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ കൃപയിൽ എന്നെ വളർത്തണമേ. എൻ്റെ പാപങ്ങളെ അങ്ങയുടെ കൃപയിൽ മുക്കിക്കളയണമേ. ആത്മസംയമനവും സമചിത്തതയും ദൈവഭക്തിയും പരിശീലിക്കുക. അങ്ങയുടെ സ്നേഹസാന്ത്വനം അനുഭവിക്കുവാൻ എനിക്കിടയാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.